ഇന്ന് ആഗസ്റ്റ് 12 മനോരഥങ്ങൾ, രായൻ, തലവൻ സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ. ഈ ആഴ്ചയിലെ OTT റിലീസുകളും ഹോളിവുഡിലെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട OTT റിലീസുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മനോരഥങ്ങൾ എന്ന 9 കഥകൾ അടങ്ങുന്ന വലിയ താരനിലയുള്ള മലയാളം ആന്തോളജി സീരീസ് ഈ വരുന്ന ആഗസ്റ്റ് 15 തീയതി വ്യാഴാഴ്ച ZEE5 മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മാർക്ക് വാൾബർഗ് നായകനാകുന്ന ആക്ഷൻ സ്പൈ ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് ദ യൂണിയൻ. വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് 16 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹോളിവുഡ് സിനിമയാണ് ജോൺ സിന നായകനാകുന്ന ഡയറക്റ്റ് OTT ആയിട്ട് എത്തുന്ന ജാക്ക് പോട്ട് എന്ന ആക്ഷൻ കോമഡി സിനിമ ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് 15 തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ധനുഷിന്റെ സംവിധാനത്തിൽ ധനുഷ് തന്നെ നായകനായ രായൻ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച തമിഴ് ആക്ഷൻ ക്രൈം സിനിമ 130 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട്. സിനിമ ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് 30 OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ജിസ് ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനോനും ആസിഫ് അലിയും ചേർന്ന് അഭിനയിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച തലവൻ എന്ന ക്രൈം ത്രില്ലർ മലയാളം സിനിമ ആഗസ്റ്റ് 12 തീയതി സോണി ലിവിയുടെ പേനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ സോണി ലിവ് പുറത്തുവിടുന്നതാണ്. ഹോളിവുഡിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ട്വിസ്റ്റേഴ്സ് എന്ന ഡിസാസ്റ്റർ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഡ്രാമ സിനിമ ഇന്നലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ നിന്ന് മോശം അഭിപ്രായം നേടിയ റൊമാൻറ്റിക് കോമഡി സിനിമയാണ് ഡാർലിംഗ്. സിനിമ ആഗസ്റ്റ് 13 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടിട്ടില്ല. മലയാളം ഭാഷയിലുള്ള OTT പ്രതീക്ഷിക്കുന്നത് മാത്രമാണ്. യാനിയ ഭരദ്വാജ് നായികയാകുന്ന തെലുങ്ക് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇന്ദ്രാണി. സിനിമ ഇപ്പോൾ യൂട്യൂബിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഭോജ്പൂരി പാൻ ഇന്ത്യൻ ആക്ഷൻ ഡ്രാമ സിനിമയാണ് മഹാദേവ് കാ ഗോരഖ്പൂർ. സിനിമ ഇന്നലെ ഹിന്ദി TV ചാനലിലൂടെ ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ഹിന്ദി HD TV റിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ ബോളിവുഡ് സീരീസാണ് ശേഖർ ഹോം. ആഗസ്റ്റ് 14 തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ള ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഡ്രാമ സീരീസാണ് എമിലി ഇൻ പാരീസ്. ലില്ലി കോളിൻസ് നായികയാകുന്ന ഈ സീരീസിന്റെ 4ാമത്തെ സീസന്റെ പാർട്ട് 1 5 എപ്പിസോഡുകളാണുള്ളത്. എല്ലാ 5 എപ്പിസോഡുകളും ഈ വരുന്ന ആഗസ്റ്റ് 15 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. 10 എപ്പിസോഡുകൾ അടങ്ങുന്ന പുതിയ ഇംഗ്ലീഷ് ഡ്രാമ സീരീസാണ് ബാഡ് മങ്കി. സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ആഗസ്റ്റ് 14 തീയതി ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഫാമിലി റോഡ് ട്രിപ്പ് തെലുങ്ക് സിനിമയാണ് വീരൻ ജാനയുള്ളൂ വിഹാരയാത്ര. ആഗസ്റ്റ് 14 സിനിമ ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നാം നമുക്ക് നിശാൻ എന്ന ഡ്രാമ ഹിന്ദി സീരീസ് ആമസോൺ മിനി ടിവിയുടെ ആഗസ്റ്റ് 14 ഹിന്ദി ഭാഷയിൽ സീരീസ് OTT റിലീസ് ചെയ്യും. ഇംഗ്ലീഷ് ഡ്രാമ സീരീസായ ഇൻഡസ്ട്രി എന്ന സീരീസിന്റെ 3ാമത്തെ സീസന്റെ ആദ്യത്തെ 2 എപ്പിസോഡ് ഇപ്പം ജിയോയിലൂടെയും HBO മാക്സിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 6 എപ്പിസോഡുകൾ ഓരോ ഞായറാഴ്ചയും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യും. സീൽ ടീം എന്ന ഇംഗ്ലീഷ് ആക്ഷൻ മിലിറ്ററി ഡ്രാമ സീരീസിന്റെ 10 എപ്പിസോഡുകളുള്ള അവസാനത്തെ 7ാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് പാരമൗണ്ട് പ്ലസിലൂടെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 8 എപ്പിസോഡുകളിൽ ആഴ്ചകളിൽ ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യും. മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച കൊറിയൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് എക്സ് ഹ്യൂമ. നേരത്തെ കൊറിയൻ ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമ ഈ വരുന്ന ആഗസ്റ്റ് 12 തീയതി ചൊവ്വാഴ്ച ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ കൊറിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. ദ ടൈറന്റ് എന്ന പുതിയ കൊറിയൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ 4 എപ്പിസോഡുകളും ആഗസ്റ്റ് 14 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. 2017 റിലീസ് ചെയ്ത ദ സ്റ്റാറി നൈറ്റ് ദ സ്റ്റാറി സീ എന്ന ചൈനീസ് റൊമാൻറ്റിക് ഫാന്റസി ഡ്രാമ സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 32 എപ്പിസോഡുകളും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, ചൈനീസ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഗോളം എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ മലയാളം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ ബർത്ത്ഡേ ബോയ് എന്ന കോമഡി ഡ്രാമ തെലുങ്ക് സിനിമയും കഴിഞ്ഞ വെള്ളിയാഴ്ച ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.